ഹായ് ഫ്രണ്ട്സ്, ബിഗ് വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത IELTS അക്കാഡമിക് റീഡിങ്ങിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിനകത്ത് പറഞ്ഞിരുന്നു നമ്മൾ തുടർന്നും അതുപോലെയുള്ള വീഡിയോസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അത് തന്നെ, ആ വീഡിയോ തന്നെ എങ്ങനെ കുറച്ചുകൂടെ എക്സാമ്പിൾസ് കൂട്ടിച്ചേർത്ത് IELTS റീഡിങ് എളുപ്പമാക്കി മാറ്റാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കുറേ എക്സാമ്പിൾസ് നമ്മൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. എളുപ്പത്തിൽ കുറേ ടിപ്സും ട്രിക്സും എല്ലാം നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യുമ്പോൾ, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ IELTS എത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, 11 ഡിഫറെന്റ് ഹെഡിങ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാരഗ്രാഫിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെഡിങ് നമുക്ക് ഈ 11 ഹെഡിങ്സിൽ നിന്ന് കണ്ടെത്താം. അപ്പോൾ നമ്മളുടെ സെയിം മെത്തേഡ്, നമ്മൾ ഫസ്റ്റ് ലൈൻ സെന്റൻസ് വായിക്കുന്നു, ലാസ്റ്റ് സെന്റൻസ് വായിക്കുന്നു, കീവേഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമ്മറി മീനിങ് നമ്മൾ നോക്കുന്നു. ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെഡിങ്സ് അല്ലെങ്കിൽ കീവേഡ് മാച്ച് ആവുന്ന ഒരു ഹെഡിങ് നമ്മൾ ഈ 11 ഹെഡിങ്സിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പാരഗ്രാഫ് മൊത്തം വായിക്കുന്നില്ല, പക്ഷെ നമുക്ക് ഇവിടെ ഇതൊരു ചെറിയൊരു പാരഗ്രാഫാണ്. നമുക്ക് ഓടിച്ചൊന്ന് മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്ത് പാരഗ്രാഫ് നോക്കണേൽ നമുക്ക് യാതൊരു ടൈം വേസ്റ്റ് അവിടെ ഇല്ല. പക്ഷെ നമുക്ക് ലെങ്തി ആയിട്ടുള്ള പാസേജസ് വരുമ്പോൾ അല്ലെങ്കിൽ പാരഗ്രാഫ്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെന്റൻസ് ലാസ്റ്റ് സെന്റൻസ് വായിക്കുന്നു, കീവേഡ് മാച്ച് ആവുന്നത് നമ്മൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യുന്നു. ഇവിടെ The history of human civilization is entwined with the history of ways we have learned to manipulate water resources. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് ദ ഹിസ്റ്ററിനെ കുറിച്ചിട്ടാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഹിസ്റ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു വാട്ടർ റിസോഴ്സിന്റെ ഒരു ഹിസ്റ്ററിനെ കുറിച്ച് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ദി ലാസ്റ്റ് സെന്റൻസിലേക്ക് വരുമ്പോൾ അറ്റ് ദി ഹൈറ്റ് ഓഫ് റോമൻ എംപയർ, അതായത് വീണ്ടും പഴയ കാലത്തെ ഒരു ഹിസ്റ്ററിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 9 മേജർ സിസ്റ്റംസ്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് അന്ന് നിലവിലുണ്ടായിരുന്ന 9 മേജർ സിസ്റ്റത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതെന്തൊക്കെയായിരുന്നു അവർ പറയുന്നുണ്ട്. ലേ ഔട്ട് ഓഫ് പൈപ്സ് ആൻഡ് വെൽ ബിൽറ്റ് സ്യൂവേഴ്സ് സപ്ലൈഡ് ദി. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ, അതായത് പണ്ടുണ്ടായിരുന്ന ഹിസ്റ്ററിനെ കുറിച്ചിട്ടാണ് അവരവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊന്ന് നോക്കാം എങ്ങനെ നമ്മുടെ ഈ മീനിങ് അല്ലെങ്കിൽ ഈ കീവേഡ്സ് മാച്ച് ആവുന്നത്. ദി സയന്റിസ്റ്റ്, ഫസ്റ്റ് ഓപ്ഷനാണ് നമ്മൾ വായിക്കുന്നത് കേട്ടോ. ദ ഫസ്റ്റ് സയന്റിസ്റ്റ് കോൾ ഫോർ റിവിഷൻ ഓഫ് പോളിസി. അവിടെ സയന്റിസ്റ്റിനെ കുറിച്ചോ റിവിഷനെ കുറിച്ചിട്ടോ പറയുന്നില്ല. ആൻഡ് എക്സ്പ്ലനേഷൻ ഫോർ റെഡ്യൂസ്ഡ് വാട്ടർ യൂസ്, വാട്ടർ യൂസിന്റെ റിഡ്യൂസ്ഡ് വാട്ടർ യൂസിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മളോട് പറയുന്നില്ല. ഗ്ലോബൽ ചലഞ്ചിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. ഇറിഗേഷൻ സിസ്റ്റം പറഞ്ഞെങ്കിലും അതിന്റെ ഡിസ്യൂസ്, ഫാൾ ഇൻ ടു ഡിസ്യൂസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എൻവയോൺമെന്റൽ എഫക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈ ഫൈനാൻഷ്യൽ കോസ്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഹെൽത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ല. അഡ്രസ്സിങ് കൺസേൺ ഓവർ ഇൻക്രീസിങ് പോപ്പുലേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. എ സർപ്രൈസിങ് ഡൗൺവേർഡ് ട്രെൻഡ് ഇൻ ഡിമാൻഡ് ഫോർ വാട്ടർ യൂസ്, അല്ലെങ്കിൽ വാട്ടറിന്റെ ഡൗൺവേർഡ് ട്രെൻഡിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ദ നീഡ് ടു റേസ് സ്റ്റാൻഡേർഡ്സ്, നിലവിലുള്ള സ്റ്റാൻഡേർഡ്സ് റേസ് ചെയ്യണമെന്നോ റിവിഷൻ ചെയ്യണമെന്നോ നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ടില്ല. എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഏൻഷ്യന്റ് വാട്ടർ സപ്ലൈസ്. ഏൻഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് എന്തിനോട് റിലേറ്റഡ് ആണ്, ഹിസ്റ്ററി. അപ്പോൾ എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഏൻഷ്യന്റ് വാട്ടർ സപ്ലൈസ്. അപ്പൊ വാട്ടർ സപ്ലൈസിനെയാണ് നമുക്ക് പറയുന്നത് 9 മേജർ സിസ്റ്റംസ് അന്ന് ഉണ്ടായിരുന്നു. ലേ ഔട്ട് ഓഫ് പൈപ്സ്, വെൽ ബിൽറ്റ് സ്യൂവേഴ്സ്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ പാരഗ്രാഫിൽ നമ്മൾക്ക് കണ്ടെത്തിയ കീവേഡ്സും ആ മീനിങ്ങും നമുക്ക് എവിടെ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു മീനിങ് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുന്നത് 11 ഹെഡിങ്സ് ആണ്. അവിടെ എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഏൻഷ്യന്റ് വാട്ടർ സപ്ലൈസ്. ആ ഏൻഷ്യന്റ് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ വേർഡ് നമുക്ക് നമ്മുടെ പാരഗ്രാഫിലെ കീവേഡ് ആയിട്ട് മാച്ച് ആവുന്നത് കൊണ്ട് അതായിരിക്കും നമ്മുടെ ആൻസർ. നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തിരുന്നു. ഇനി ഈ പാരഗ്രാഫിന്റെ ഫസ്റ്റ് സെന്റൻസും ലാസ്റ്റ് സെന്റൻസും നമ്മളുടെ റെഗുലർ മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം. Yet there is a dark side to this picture.
Despite our progress, half of the world's population still suffers. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഇപ്പോഴും ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നു, സഫർ ചെയ്യുന്നുണ്ട് വിത്ത് വാട്ടർ സർവീസസ്. അപ്പോൾ വാട്ടറിൻ്റെ റിലേറ്റഡ് ആയിട്ട് എന്തോ അവർ ഇപ്പോഴും സഫർ ചെയ്യുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് അവിടെ. ഇനി ലാസ്റ്റ് സെന്റൻസിൽ വരുന്നു പ്രിവെന്റബിൾ വാട്ടർ റിലേറ്റഡ് ഡിസീസസ്. അപ്പോൾ നോക്കാം, ഈ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസിനെ കുറിച്ചിട്ടൊക്കെയാണ് അവരവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ കീവേഡ്. അതെന്ത് സംഭവിച്ച് kill an estimated 10,000 to 20,000 children per day. അപ്പം ഒരു ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചിട്ടാണ് അവരവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഓപ്ഷനിൽ നമ്മൾ നോക്കുമ്പോൾ ഹെൽത്ത് റിലേറ്റഡ് അല്ലെങ്കിൽ ഡിസീസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓടിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു ഓപ്ഷൻ നമ്മുടെ 7th ഓപ്ഷൻ എന്ന് പറയുന്നത് ദി റെലവൻസ് ടു ഹെൽത്ത്. അതാണ് ഹെൽത്തിനെ കുറിച്ച് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെഡിങ് എന്ന് പറയുന്നത്. വേറെ ഏത് ഹെഡിങ് വായിച്ചു നോക്കിയാലും നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് അല്ലെങ്കിൽ ഡിസീസ് റിലേറ്റഡ് ആയിട്ട് നമ്മളോട് ഒന്നും തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ, നമ്മുടെ കീവേഡ് മാച്ച് ആവുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെഡിങ് എന്ന് പറയുന്നത് ദ റെലവൻസ് ടു ഹെൽത്ത്. അതാണ് നമുക്ക് പ്രിവെന്റബിൾ വാട്ടർ റിലേറ്റഡ് ഡിസീസ് കർവ്, അല്ലെങ്കിൽ ഹാഫ് ഓഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ still suffers with water services. അപ്പോൾ ഈ ഒരു കീവേഡ് മാച്ച് ആവുന്നതാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തേക്കുന്നത്. നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഇത് സെലക്ട് ചെയ്തിരുന്നു. ഹെഡിങ് 11 സെലക്ട് ചെയ്തു, ഹെഡിങ് 7 സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഫസ്റ്റ് സെന്റൻസും ലാസ്റ്റ് സെന്റൻസും നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദി കോൺസിക്വൻസസ് ഓഫ് അവർ വാട്ടർ പോളിസീസ് എക്സ്റ്റെൻഡ് ബിയോണ്ട് ജിയോപാർഡൈസിങ് ഹ്യൂമൻ ഹെൽത്ത്. അപ്പോൾ ഇവിടുത്തെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ്, എക്സ്റ്റെൻഡ് ബിയോണ്ട് ജിയോപാർഡൈസിങ് ഹ്യൂമൻ ഹെൽത്ത്. അപ്പം ഹ്യൂമൻ ഹെൽത്തിനെയും ഹ്യൂമൻ ഹെൽത്തിനേക്കാളും അല്ലെങ്കിൽ അതിനെയും കവർ ചെയ്തിട്ട് കുറേ ജിയോപാർഡൈസിംഗ് എന്ന് പറയാൻ നമുക്കൊരു വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ വാട്ടർ പോളിസീസ്, ഹെൽത്ത്, നമ്മൾ ഓൾറെഡി ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു, അതിനേക്കാളും അതും കഴിഞ്ഞിട്ട് എന്തൊക്കെയോ കോൺസിക്വൻസസ് ഉണ്ടെന്ന്. ഇനി ലാസ്റ്റ് പാരഗ്രാഫ്, ലാസ്റ്റ് സെന്റൻസ് നോക്കുമ്പോൾ ആൻഡ് ഡിസ്പ്യൂട്ട്സ് ഓവർ ഷെയർഡ് വാട്ടർ റിസോഴ്സ് ഹെഡ് ടു വയലൻസ്. എന്തിനകത്തേക്കൊക്കെയാണ് അത് വരുന്നത്? വയലൻസിലേക്ക്. ആൻഡ് കണ്ടിന്യൂ ടു റേസ് ലോക്കൽ, നാഷണൽ ആൻഡ് ഈവൻ ഇന്റർനാഷണൽ ടെൻഷൻസ്. അപ്പം ഈ ഹെൽത്ത് മാത്രമല്ല, അതിനേക്കാളും ഉപരി അല്ലെങ്കിൽ അതിനെയും കടത്തി വെച്ചുകൊണ്ട് കുറേ കാര്യങ്ങളിലേക്ക് നമ്മുടെ വാട്ടർ പോളിസീസ് വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെന്നുള്ള ഒരു മീനിങ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. സയന്റിസ്റ്റ് കോൾ ഫോർ റിവിഷൻ ഓഫ് പോളിസി, നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ല. ദെൻ ആൻ എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല, റിഡ്യൂസ്ഡ് വാട്ടർ യൂസിനെ കുറിച്ച്. ഗ്ലോബൽ ചലഞ്ച് എന്താണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഗ്ലോബൽ ചലഞ്ച് ആണിത്, കാരണം വയലൻസ് കണ്ടിന്യൂ ടു റേസ് ലോക്കൽ, നാഷണൽ, ഈവൻ ഇന്റർനാഷണൽ ടെൻഷൻ എന്ന് പറയുന്നത് ഒരു ഗ്ലോബലി ആയിട്ടാണ്. പക്ഷെ അത് എങ്ങനെ അതിനെ മീറ്റ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് പറയുന്നില്ല. ഇറിഗേഷൻ സിസ്റ്റം ഫോർ ഇൻട്രൊഡ്യൂസ് യൂസ് പറഞ്ഞിട്ടില്ല. എൻവയോൺമെന്റൽ അഫക്ട്സ്, ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, എൻവയോൺമെന്റൽ അഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ നമ്മുടെ മറ്റു കാര്യങ്ങളെ അഫക്ട് ചെയ്യുന്നു. എൻവയോൺമെന്റൽ കാര്യങ്ങളായിട്ട് ഇത് ഈ ഒരു കാര്യം നമ്മളെ അഫക്ട് ചെയ്യുന്നു. എക്സ്റ്റെൻഡ് ബിയോണ്ട് ജിയോപാർഡൈസിങ് ഹ്യൂമൻ ഹെൽത്ത്. ഹ്യൂമൻ ഹെൽത്തിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു. അതും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഈ ത്രെറ്റൻ ചെയ്യുന്നുണ്ട്. എവിടേക്കൊക്കെയാണ്? വയലൻസ്. ഒരു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. കണ്ടിന്യൂ ടു റേസ് ലോക്കൽ, നാഷണൽ ആൻഡ് ഈവൻ ഇന്റർനാഷണൽ ടെൻഷൻ. അപ്പൊ ഇവിടെ നമുക്കൊരു മാച്ചിങ് ആയിട്ടൊരു പോയിന്റ് കിട്ടുന്നത് ഏതാണ്? എൻവയോൺമെന്റൽ അഫക്ട്സ്. ഹെൽത്ത് കൂടാണ്ട് എൻവയോൺമെന്റൽ അഫക്ട്സിലേക്കും കൂടെ എന്ത് ചെയ്യുന്നു, ഈ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള വാട്ടർ പോളിസീസ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ദ ഫൈനാൻഷ്യൽ കോസ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. അഡ്രസ്സിംഗ് കൺസേൺ ഓവർ ഇൻക്രീസിംഗ് പോപ്പുലേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. സർപ്രൈസിംഗ് ഡൗൺവേർഡ് ട്രെൻഡ് ഇല്ല. ദ നീഡ് ടു റേസ് സ്റ്റാൻഡേർഡ്. അപ്പൊ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെഡിങ്, നമ്മുടെ മീനിങ് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ കീവേഡ്സിന്റെ ആ ഒരു റിഫ്ലക്ഷൻ വരുന്ന ഒരു ഹെഡിങ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ എഫക്ട്സ്. ഹെൽത്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിനോടൊപ്പം തന്നെ അത് എന്താ പറയുക, എക്സ്റ്റെൻഡ് ബിയോണ്ട് ജിയോപാർഡൈസിങ് ഹ്യൂമൻ ഹെൽത്ത് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? എൻവയോൺമെന്റൽ എഫക്ട്സ് ആണ്. അപ്പോൾ അതായിരിക്കും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെഡിങ് ഈ പാരഗ്രാഫിന്. നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇത് സെലക്ട് ചെയ്തിരുന്നു. നമ്മൾ ഇത് സെലക്ട് ചെയ്തു. നമ്മൾ ഈ 3 സെലക്ട് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഈ പാരഗ്രാഫിന്റെ ഫസ്റ്റ് സെന്റൻസും ലാസ്റ്റ് സെന്റൻസും നമുക്കൊന്ന് വായിച്ചു നോക്കാം. At the outset of the new millennium, however, the way resource planners think, resource planners എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അബൌട്ട് വാട്ടർ ഈസ് ബിഗിനിങ് ടു ചേഞ്ച്. ഇതാണ് നമ്മുടെ കീവേഡ്. എന്താണ് കീവേഡ്? വാട്ടർ ഈസ് ബിഗിനിങ് ടു ചേഞ്ച്. സംതിങ് ഈസ് ചേഞ്ചിങ്, അല്ലെങ്കിൽ നിലവിലുള്ള സംതിങ് എന്ത് ചെയ്യാണ്? റിസോഴ്സ് പ്ലാനേഴ്സ് തിങ്ക് അബൌട്ട് വാട്ടർ ഈസ് ബിഗിനിങ് ടു ചേഞ്ച്. അവർ ചിന്തിക്കുന്നുണ്ട് നിലവിലുള്ള കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ലാസ്റ്റ് സെന്റൻസ് നോക്കുമ്പോൾ, നെറ്റ്ലെസ് ഇറ്റ് മേ ബി ദ ഓൺലി വേ ടു അഡ്രസ് സക്സസ്ഫുള്ളി ദ പ്രസിംഗ് പ്രോബ്ലം ഓഫ് പ്രൊവൈഡിങ് എവരി വൺ വിത്ത് ക്ലീൻ വാട്ടർ ടു ഡ്രിങ്ക്. അപ്പോൾ എന്താണ് ഇതിനുള്ള ഒരു സൊല്യൂഷൻ ആണെന്നാണ് അവർ പറയുന്നത്. എന്താണ്? പ്രൊവൈഡിങ് എവരി വൺ വിത്ത് ക്ലീൻ വാട്ടർ ടു ഡ്രിങ്ക്, adequate water to grow food and life free from preventable water related diseases. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിലവിലുള്ള, അപ്പോൾ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള നിലവിലുള്ള കുറച്ച് കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് ബിഗിനിങ് ടു ചേഞ്ച്, വാട്ടർ ഈസ് ബിഗിനിങ് ടു ചേഞ്ച്. അത് ആരാണ് ചിന്തിക്കുന്നത്? കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? പ്രൊവൈഡിങ് എവരി വൺ വിത്ത് ക്ലീൻ വാട്ടർ ടു ഡ്രിങ്ക്, adequate water to grow food, ലൈഫ് ഫ്രീ ഫ്രം പ്രിവെന്റബിൾ വാട്ടർ റിലേറ്റഡ് ഡിസീസ്. അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് കുറച്ച് എന്താ പറയുക കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കുമ്പോൾ സയന്റിസ്റ്റ് കോൾ ഫോർ റിവിഷൻ ഓഫ് പോളിസി. ഇപ്പം നിലവിലുള്ള കാര്യങ്ങൾക്ക് ഒരു റിവിഷൻ വരുത്താൻ, ചേഞ്ച് വരുത്താനായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പറയാം, നമുക്ക് ഇതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം നിലവിലുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ക്ലീൻ വാട്ടർ കൊടുക്കുക, അല്ലെങ്കിൽ ഗ്രോ ഫുഡ്, അല്ലെങ്കിൽ ഡിസീസ് ഒഴിവാക്കുക. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിലവിലുള്ള ആ ഒരു പോളിസി, അതാണ് നമ്മളിവിടെ പറഞ്ഞ ദ വേ റിസോഴ്സ് പ്ലാനേഴ്സ് തിങ്ക്. അപ്പോൾ അവര് റിവിഷൻ ചെയ്യാനായിട്ട് നിലവിലുള്ള കാര്യങ്ങളെ റിവിഷൻ എന്തൊക്കെയാണ് റിവിഷൻ വരുത്തുന്നതെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് സ്യൂട്ടബിൾ ആയിട്ടാണ്. നമുക്കിനി റെഡ്യൂസ്ഡ് വാട്ടർ യൂസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇറിഗേഷൻ സിസ്റ്റത്തെ കുറിച്ച്, ദ ഫൈനാൻഷ്യൽ കോസ്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇൻക്രീസിങ് പോപ്പുലേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ദ നീഡ് ടു റൈസ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എ സർപ്രൈസിങ് ഡൗൺവേർഡ് ട്രെൻഡ് ഇൻ ഡിമാൻഡ് ഫോർ വാട്ടർ പറഞ്ഞില്ല. ഹൗ എ ഗ്ലോബൽ ചലഞ്ച് വാസ് മേറ്റ്. അപ്പൊ ഇതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ ഒരു ഹെഡിങ് എന്ന് പറയുന്നത്, സയന്റിസ്റ്റ് കോൾ ഫോർ റിവിഷൻ ഓഫ് പോളിസി. നമുക്കപ്പോൾ അടുത്ത ഒരു പാരഗ്രാഫും കൂടെ നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഹെഡിങ് 11 സെലക്ട് ചെയ്തു, റെലവൻസ് ടു ഹെൽത്ത് ഓൾറെഡി സെലക്ട് ചെയ്തിരുന്നു, എൻവയോൺമെന്റൽ എഫക്ട്സ് സെലക്ട് ചെയ്തിരുന്നു, സയന്റിസ്റ്റ് കോൾ ഫോർ റിവിഷൻ ഓഫ് പോളിസിയും സെലക്ട് ചെയ്തു. ഇനി നമ്മുടെ ഈ പാരഗ്രാഫിന്റെ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത്, ഫോർച്യുനേറ്റ്ലി ആൻഡ് അൺഎക്സ്പെക്ടഡ്ലി ദി ഡിമാൻഡ് ഫോർ വാട്ടർ ഈസ് നോട്ട് റൈസിംഗ് ആസ് റാപ്പിഡ്ലി ആസ് സം പ്രെഡിക്റ്റഡ്. അപ്പോൾ അവിടുത്തെ കീവേഡ് നോക്കാം, ദ ഡിമാൻഡ് ഫോർ വാട്ടർ ഈസ് നോട്ട് റൈസിംഗ് ആസ് റാപ്പിഡ്ലി ആസ് സം പ്രെഡിക്റ്റഡ്. ഇനി ലാസ്റ്റ് സെന്റൻസ്, ആൻഡ് ഇൻ എ ഫ്യൂ പാർട്സ് ഓഫ് ദ വേൾഡ് ഡിമാൻഡ് ഹാസ് ആക്ച്വലി ഫാളൻ. അപ്പോൾ ഈ രണ്ട് സെന്റൻസിലും വരുന്നൊരു മീനിങ് എന്ന് പറയുന്നത് വാട്ടറിന്റെ യൂസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിമാൻഡ് എന്ത് പറയാം, ഫാളൻ, അല്ലെങ്കിൽ അതൊരു ഉദ്ദേശിച്ച അത്രയും അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്ത അത്രയും റൈസ് ആയിട്ട് ഇല്ല എന്നുള്ള ഒരു മീനിങ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെഡിങ്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് എക്സ്പ്ലനേഷൻ ഫോർ റെഡ്യൂസ്ഡ് വാട്ടർ യൂസ്. വാട്ടർ യൂസിന്റെ റെഡ്യൂസ്ഡ് യൂസിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ അവരോട് പറഞ്ഞിട്ടില്ല. വാട്ടർ യൂസ് റിഡ്യൂസ് ആയെന്ന് പറഞ്ഞിട്ടില്ല, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ അവർ പറഞ്ഞിട്ടില്ല. ഹൗ എ ഗ്ലോബൽ ചലഞ്ച് വാസ് മേഡ്. ഗ്ലോബൽ ചലഞ്ചിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇറിഗേഷൻ സിസ്റ്റം ഫാൾ ഇൻ ടു ഡിസ്യൂസ്. ഇറിഗേഷൻ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഫൈനാൻഷ്യൽ കോസ്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അഡ്രസ്സിംഗ് കൺസേൺ ഓവർ ഇൻക്രീസിംഗ് പോപ്പുലേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. എ സർപ്രൈസിംഗ് ഡൗൺവേർഡ് ട്രെൻഡ് ഇൻ ഡിമാൻഡ് ഫോർ വാട്ടർ യൂസ്. വാട്ടർ യൂസിന്റെ ഡൗൺവേർഡ് ട്രെൻഡ് നിങ്ങൾ നോക്കുക, ആക്ച്വലി ഫാളൻ. ആ ഒരു ട്രെൻഡ് നമ്മൾ ഉദ്ദേശിച്ച അത്രയും എന്താ പറയുക, നമ്മൾ പ്രെഡിക്റ്റ് അത്രയും ഈസ് നോട്ട് റൈസിങ് ആസ് റാപ്പിഡ്ലി. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത അത്രയും വാട്ടറിന്റെ യൂസ് ഇൻക്രീസ് ആയിട്ടില്ല. അത് അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആക്ച്വലി ഫാളൻ. അപ്പൊ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് 9 ആണ്. എ സർപ്രൈസിങ് ഡൗൺവേർഡ് ട്രെൻഡ് ഇൻ വാട്ടർ ഡിമാൻഡ് ഫോർ വാട്ടർ. ഇനി നമുക്ക് നോക്കാം, ദ നീഡ് ടു റേസ് സ്റ്റാൻഡേർഡ്, നമ്മൾ അതിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ട്. അപ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ കീവേഡ്സ് അല്ലെങ്കിൽ ആ മീനിങ് വരുന്ന ഫസ്റ്റ് സെന്റൻസിന്റെയും ലാസ്റ്റ് സെന്റൻസിന്റെയും മീനിങ് വരുന്ന കീവേഡ്സ് മാച്ച് ആവുന്നതാണ് എ സർപ്രൈസിംഗ് ഡൗൺവേർഡ് ട്രെൻഡ് ഇൻ ഡിമാൻഡ് ഫോർ വാട്ടർ യൂസ്. നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിരുന്നു,
നമ്മൾ 5th ഓപ്ഷൻ സെലക്ട് ചെയ്തു, 7th സെലക്ട് ചെയ്തു, 9th സെലക്ട് ചെയ്തിരുന്നു, ദെൻ 11th സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ പാരഗ്രാഫിന്റെ ഫസ്റ്റ് സെന്റൻസും ലാസ്റ്റ് സെന്റൻസും നമുക്ക് വായിച്ചു നോക്കാം. വാട്ട് എക്സ്പ്ലെയിൻസ് ദിസ് റിമാർക്കബിൾ ചെയിൻ ഓഫ് ഇവന്റ്സ്. അപ്പൊ എന്തോ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവർ തരുന്നത്. വാട്ട് എക്സ്പ്ലെയിൻ 2 factors. അതിന്റെ എക്സ്പ്ലനേഷൻ അവർ തരുന്നുണ്ട്. 2 factors ആണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പീപ്പിൾ ഹാവ് ഫിഗർഡ് ഔട്ട് ഹൗ ടു യൂസ് വാട്ടർ മോർ എഫിഷ്യൻ്റ്ലി. അതാണ് ഒരു എക്സ്പ്ലനേഷൻ. ആൾക്കാർ അത് എഫിഷ്യൻ്റ് ആയിട്ട് വാട്ടർ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ഇത് മനസ്സിലാക്കി. ആൻഡ് കമ്മ്യൂണിറ്റീസ് ആർ റീതിങ്കിങ് ദെയർ പ്രയോറിറ്റീസ്. അപ്പോൾ കമ്മ്യൂണിറ്റീസ് എന്ത് ചെയ്തു, വാട്ടർ ഉപയോഗിക്കുന്നതിൻ്റെ പ്രയോറിറ്റീസ്, എന്തിനൊക്കെ വാട്ടർ മെയിനായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളൊരു അവരുടെ പ്രയോറിറ്റീസ് അവർ മാറ്റി. അപ്പൊ എക്സ്പ്ലനേഷൻ ആണ് എന്തോ ഒരു അതായത് വാട്ടറിന്റെ യൂസിന്റെ ഒരു എക്സ്പ്ലനേഷൻ അവർ തരുന്നുണ്ട്, എങ്ങനെ വാട്ടർ നമുക്ക് യൂസ് ചെയ്യാം, വൈസ്ലി യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇനിയും ഇൻ ദ USA വാട്ടർ വിത്ഡ്രോവൽസ് ഹാവ് ഫാളൻ ബൈ മോർ ദാൻ 20%. അപ്പോൾ അവിടെ ആ ഒരു വാട്ടർ യൂസ് റിഡ്യൂസ് ആയതിന്റെ ഒരു എക്സ്പ്ലനേഷൻ, അതിനൊരു എക്സാമ്പിൾ അവർ പറഞ്ഞു. USA ഇത്രയും എന്താ പറയാ ഒരു എക്സാമ്പിൾസ് അവർ എടുത്ത് കാണിക്കുന്നുണ്ട്. അത് എങ്ങനെയൊക്കെയാണ് അത് നിലവിൽ വരുത്തിയത്, അല്ലെങ്കിൽ അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തെന്നുള്ളതാണ്. 2 ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു എക്സ്പ്ലനേഷൻ ആണ് നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു മീനിങ് ആണ് കിട്ടുന്നത്. ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, എന്ത് വാട്ടറിന്റെ റിഡ്യൂസ്ഡ് യൂസിന്റെ ഒരു എക്സ്പ്ലനേഷൻ അവർ തരുന്നു. പിന്നെ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് US ഒരു കൺട്രി അതെങ്ങനെ വാട്ടർ യൂസ് എന്തോരം പെർസെന്റേജ് താഴെ വന്നിരുന്നു എന്ന് കാണിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക, ആൻ എക്സ്പ്ലനേഷൻ ഓഫ് റിഡ്യൂസ്ഡ് വാട്ടർ യൂസ്. അവർ അവിടെ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് റിഡ്യൂസ്ഡ് വാട്ടർ യൂസ് എന്നുള്ളൊരു കൺസെപ്റ്റ്, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത്. അതാണ് അവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. മറ്റു ഓപ്ഷൻസ് നോക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ, ഹൗ എ ഗ്ലോബൽ ചലഞ്ച് വാസ് മെറ്റ്. ഗ്ലോബൽ ചലഞ്ചിനെ കുറിച്ച് നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇനി 4ാമത്തെ ഓപ്ഷൻ, ഇറിഗേഷൻ സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഫൈനാൻഷ്യലിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ അഡ്രസ്സിങ് കൺസേൺ ഓവർ ഇൻക്രീസിങ് പോപ്പുലേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. സ്റ്റാൻഡേർഡ്സ് റൈസ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ, നമ്മുടെ മീനിങ് തരുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ആൻ എക്സ്പ്ലനേഷൻ ഫോർ റെഡ്യൂസ്ഡ് വാട്ടർ യൂസ്. അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മൾ ഒരിക്കലും നമ്മൾ ഫുൾ പാസേജ് ഇവിടെ വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഫുൾ പാരഗ്രാഫ് നമ്മളിവിടെ വായിച്ചിട്ടില്ല. ഫസ്റ്റ് സെന്റൻസ് ലാസ്റ്റ് സെന്റൻസ് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും കീവേഡ്സ്, ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കീവേഡ്സ് നമ്മൾ മാച്ച് ചെയ്യാനായിട്ട് നോക്കുന്നു. അങ്ങനെ കിട്ടുന്നതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഒരു പാരഗ്രാഫും കൂടെ നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിരുന്നു. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു, എൻവയോൺമെന്റൽ എഫക്ട് സെലക്ട് ചെയ്തു, റെലവൻസ് ടു ഹെൽത്ത് സെലക്ട് ചെയ്തു, എ സർപ്രൈസിങ് ഡൗൺവേർഡ് ട്രെൻഡ് സെലക്ട് ചെയ്തു, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഏൻഷ്യന്റ് വാട്ടർ സപ്ലൈസ് സെലക്ട് ചെയ്തു. ഇനി ഈ പാരഗ്രാഫിന്റെ ഫസ്റ്റ് സെന്റൻസും ലാസ്റ്റ് സെന്റൻസും, ഇതൊരു ചെറിയൊരു പാരഗ്രാഫാണ്. അപ്പോൾ 3 സെന്റൻസുള്ളൂ. നമുക്ക് വേണമെങ്കിൽ എല്ലാം വായിച്ചു നോക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് സെന്റൻസും ലാസ്റ്റ് സെന്റൻസും വായിച്ചു നോക്കിയിട്ട് നമുക്കൊരു മീനിങ് എടുക്കാൻ നോക്കാം. On the other hand, dams, aqueducts and other kinds of infrastructure will still have to be built. അപ്പോൾ സ്റ്റിൽ അവിടെ എന്തൊക്കെയോ നമുക്ക് ചെയ്യണം എന്നൊന്ന്, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓൾറെഡി ഉണ്ടെങ്കിലും സ്റ്റിൽ ഹാവ് ടു ബി ബിൽറ്റ്. എവിടേക്കാണ് പർട്ടിക്കുലർലി, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. എവിടേക്കാണ്, ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് വെയർ ബേസിക് ഹ്യൂമൻ നീഡ്സ്, അതൊരു ഇമ്പോർട്ടൻ്റ് വേർഡ് ആണ്. എന്താണ് ബേസിക് ഹ്യൂമൻ നീഡ്സ് ഹാവ് ടു ബി മെറ്റ്. Last sentence, and even in regions where new project seems warranted, we must find ways to meet demands. അപ്പോൾ നമ്മുടെ ബേസിക് ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാനായിട്ടുള്ളത് വിത്ത് എ ഫ്യൂവർ റിസോഴ്സസ്, അവൈലബിൾ ആയിട്ടുള്ള ഫ്യൂവർ റിസോഴ്സ് വെച്ചിട്ട് നമ്മുടെ ബേസിക് എന്താ പറയുക മീറ്റ് ഡിമാൻഡ്സ് ചെയ്യണം. ഇനി റെസ്പെക്ടിങ് എക്കോളജിക്കൽ ക്രൈറ്റീരിയ ഇൻ ടു സ്മോളർ ബഡ്ജറ്റ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം എന്തൊക്കെയോ പുതുതായിട്ടുള്ള ഒരു ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നിലവിലുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് വെച്ചിട്ടുള്ള നമ്മുടെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു മീനിങ്, ഒരു കീവേഡ്സിന്റെ ഒരു മീനിങ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് നോക്കാം, ഹൗ എ ഗ്ലോബൽ ചലഞ്ച് വാസ് മെയ്ഡ്. നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇറിഗേഷൻ സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഫൈനാൻഷ്യൽ കോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അഡ്രസ്സിങ് കൺസേൺ ഓവർ ഇൻക്രീസിങ് പോപ്പുലേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യില്ല. ദ നീഡ് ടു റേസ് ഡിമാൻഡ്സ് നോക്കാം. അതാണ് നമ്മുടെ ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഹെഡിങ്സ് എന്ന് പറയുന്നത്. ദ നീഡ് ടു റേസ് ഡിമാൻഡ്സ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഡെവലപ്പിംഗ് കൺട്രീസിൽ വേർ ബേസിക് ഹ്യൂമൻ നീഡ്സ് ഹാവ് ടു ബീൻ മെറ്റ്.
അപ്പോൾ ആ ഒരു നമ്മുടെ സ്റ്റാൻഡേർഡ്സ്, നിലവിലുള്ള സ്റ്റാൻഡേർഡ്സ് റേസ് ചെയ്തിട്ട് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് വെച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക ഡിമാൻഡ്സ് മീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു മീനിങ് നമുക്ക് നമ്മുടെ ഹെഡിങ്സിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഹെഡിങ് ആയിരിക്കും നമ്മുടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെഡിങ് ഈ പാരഗ്രാഫിന് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കുറേ പാരഗ്രാഫ് എക്സാമ്പിൾസ് ചെയ്തു. നമ്മൾ ഇനിയും പാരഗ്രാഫ് എക്സാമ്പിൾസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് വരും ദിവസങ്ങളിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു സോ മച്ച്.